മനുഷ്യനിർമ്മിത അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് ലോകത്തെ ഒരു പന്തിലേക്ക് മാത്രം ചുരുക്കുന്ന ഭൂലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 12:30 മെക്സിക്കോ സിറ്റിയിൽ തുടക്കം കുറിക്കുകയായി. എസ്റ്റാഡിയോ അസ്റ്റിക്കയിൽ നിന്ന് ഇന്നലെ രാത്രി ഉരുണ്ടു തുടങ്ങിയ പന്ത് ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന കലാശ പോരാട്ടം വരെ ആവേശത്തിന്റെ തിരമാലകൾ തീർത്തുകൊണ്ടേയിരിക്കും. പന്തിന്റെ ചടുല താളത്തിന് കാതോർത്തിരിക്കുന്ന ലോകത്തിന്റെ കണ്ണും കാതും അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് തിരിയുകയാണ്. ഇനി വൻകരകളും മഹാസമുദ്രങ്ങളുമില്ല, മരുഭൂമികളും മലനിരകളുമില്ല. യുഎസിന്റെയും മെക്സിക്കോയുടെയും കാനഡയുടെയും മണ്ണാണ് ലോകം കാൽക്കീഴിലാണെന്ന് മേനി പറയാവുന്ന ഒരു കളി ഇന്നും ഫുട്ബോൾ മാത്രമാണ്. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥ്യമരുളുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 3 രാജ്യങ്ങളാണ്. അമേരിക്കയും മെക്സിക്കോയും കാനഡയുമാണ് ആതിഥേയ രാജ്യങ്ങൾ. 3 രാജ്യങ്ങൾ ആതിഥ്യം വഹിക്കുന്നത് ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 32 ടീമിന് പകരം 48 ടീമുകൾ, 16 സ്റ്റേഡിയങ്ങൾ, 104 കളികൾ. വിപുലമാണ് ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ. ഇതിഹാസ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ തുടങ്ങിയവരുടെ അവസാനത്തെ ലോകകപ്പാണ് 2026. ജൂലൈ 19 അവസാനിക്കുന്ന ഫൈനൽ മത്സരത്തിൽ ആരാണ് ഇക്കൊല്ലത്തെ ജേതാവ് എന്ന് തീരുമാനിക്കപ്പെടും. ഖത്തർ ടീമിന് വേണ്ടി മലയാളിയായ തഹസീൻ മുഹമ്മദ് ബൂട്ടണിയും എന്ന പ്രത്യേകത കൂടി ഈ വേൾഡ് കപ്പിനുണ്ട്. വേൾഡ് കപ്പ് എല്ലാ കാലത്തും പാരമ്പര്യ ശക്തികളുടെ പോരാട്ടമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ, അവരുടെ ബലാബലത്തിൽ ഏഷ്യയും ആഫ്രിക്കയും പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. ഇന്നേ വരെയുള്ള ലോകകപ്പിൽ കിരീടം ചൂടിയത് 8 രാജ്യങ്ങളാണ്. 5 തവണ കിരീടം ചൂടിയ ബ്രസീൽ, ഖത്തർ വേൾഡ് കപ്പിലെ വിജയമടക്കം അർജന്റീന 3 തവണയാണ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. 2 തവണ കിരീടം നേടിയ ഫ്രാൻസും ഉറുഗ്വയും, ഓരോ തവണ ജേതാക്കളായ ഇംഗ്ലണ്ടും സ്പെയിനും. ലോക കപ്പ് ചരിത്രത്തിൽ 8 രാജ്യങ്ങളാണ് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. യൂറോപ്പും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള മത്സരമായിരുന്നു പലപ്പോഴും വേൾഡ് കപ്പിൻ്റെ ജേതാക്കളെ തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഇറാൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് കൊന്ന 5 കുഞ്ഞുങ്ങളുടെ സ്മരണാർത്ഥം 168 എന്ന നമ്പർ ഉല്ലേഖനം ചെയ്തുകൊണ്ടാണ് ഇറാൻ ടീം മെക്സിക്കോയിൽ എത്തിയത്. അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ കളി മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് ഫിഫയോട് ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. കാൽപന്ത് കളിയുടെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മൈതാനമാണ് അസ്റ്റെക്ക. കാൽപന്തിൻ്റെ സിംഹാസനത്തിൽ 2 ഇതിഹാസ താരങ്ങളെ പ്രതിഷ്ഠിച്ച മൈതാനമാണ് അസ്റ്റെക്ക. 1970 ഇറ്റലിയെ തോൽപ്പിച്ച് പെലെയുടെ ബ്രസീൽ കിരീടം ചൂടിയത് അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വെച്ചാണ്. 1986 പശ്ചിമ ജർമ്മനിയെ തോൽപ്പിച്ച് മറഡോണയും അർജന്റീനയും ചാമ്പ്യന്മാരായത് അസ്റ്റെക്ക മൈതാനത്ത് വെച്ചാണ്. ആദ്യമായി 3ാം തവണയും ലോകകപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം എന്ന ഖ്യാതിയും അസ്റ്റെക്കക്ക് സ്വന്തമാണ്. ജൂലൈ 19 ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ കപ്പുയർത്തുന്ന കരങ്ങൾ ആരുടേതായിരിക്കും എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ.